بعد وعلى آله وأصحابه أجمعين ما بعد اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, ബാബുൽ അംർ ബി അദാഇൽ അമാന. അടുത്തതായി കിതാബിൽ വരുന്ന ബാബ് അദാഉൽ അമാന, അഥവാ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾക്കാണ് അമാനത്ത് എന്ന് പറയുന്നത്. ഒരാൾ നമ്മളെ എന്തെങ്കിലും കാര്യം വിശ്വസിച്ചേൽപ്പിച്ചാൽ അത് അതുപോലെ തന്നെ തിരിച്ചു നൽകുക. അതല്ലെങ്കിൽ ഒരു കാര്യം വിശ്വസിച്ച് നമ്മളോട് പറഞ്ഞാൽ ആ രഹസ്യം സൂക്ഷിക്കുക. ഇതുപോലുള്ള കാര്യങ്ങളാണ് അമാനത്ത് എന്ന് പറയുന്നത്. ഈ അമാനത്ത് സൂക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയുള്ള ബാബാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അതിൽ ആദ്യമായി തന്നെ ഇമാം കൊണ്ടുവന്നിട്ടുള്ള ഹദീസ് ആയത്തുൽ മുനാഫിഖ് സലാസ്. മുനാഫിക്കിന്റെ അടയാളം 3 നമുക്കറിയാം. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ പുറമേക്ക് ഇസ്ലാം ഉണ്ടാവുകയും പക്ഷേ ഉള്ളിൽ ഇസ്ലാമിൻ്റെ യാതൊന്നും തന്നെ ഏശാത്ത മനുഷ്യർക്കാണ് മുനാഫിക്ക് എന്ന് പൊതുവിൽ പറയാറുള്ളത്. ഈ മുനാഫിക്കുകൾ തന്നെ പലതരത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ചെല്ലുമ്പോൾ അന്നാണ് ആദ്യമായി മുനാഫിക്കുകൾ ഉണ്ടാവുന്നത്. കാരണം മക്കയിൽ മുനാഫിക്കുകളില്ല. മക്കയിലെ ഓരോ വിശ്വാസികളും കറകളഞ്ഞ തൗഹീദിന്റെ ആളുകളായിരുന്നു. കാരണം ആ രീതിയിലുള്ള തീച്ചുളയിലൂടെയാണ് അവർ കടന്നുപോയിട്ടുള്ളത്. ആ രീതിയിലുള്ള പരീക്ഷണങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ് വന്ന ഈമാനാണ് അവർക്കുള്ളത്. എന്നാൽ മദീനയിൽ ചെന്നപ്പോൾ പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇസ്ലാം സ്വീകരിച്ച ആളുകൾ അതിലുണ്ടായി. അൻസാറുകളെ പറ്റിയല്ല പറയുന്നത്. അൻസാറുകൾ മുഹാജിറുകളെ പോലെ തന്നെ അവരെ സ്വന്തം സഹോദരന്മാരായി സ്വീകരിക്കാൻ ഹൃദയവിശാലത കാണിച്ചവരാണ്. പക്ഷേ അതല്ലാത്ത ഒരു വിഭാഗം ആളുകൾ കേവലം ദുനിയാവ് പ്രതീക്ഷിച്ചുകൊണ്ട് മനസ്സിലൊട്ടും താല്പര്യമില്ലാതെ മുസ്ലിങ്ങളായിരുന്നു. അക്കൂട്ടരെയാണ് മുനാഫിക്ക് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നിഫാക്ക്, കാപട്യം, പുറമേക്ക് ഒന്ന് പറയുക, ഉള്ളിൽ മറ്റൊരു രീതി ഉണ്ടാവുക, വാക്ക് ഒന്നാവുക, അതിന് വിരുദ്ധമായി പ്രവൃത്തിയാവുക, രഹസ്യത്തിൽ ഒരു രീതിയിൽ, അതിന് വിരുദ്ധമായി പരസ്യത്തിൽ എല്ലാവരും കാണുന്ന പകൽ മാന്യന്മാരായി മാറി രഹസ്യത്തിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ലംഘിക്കുന്ന അവസ്ഥയുണ്ടാവുക. ഇതെല്ലാം നിഫാക്കിന്റെ പരിധിയിൽ വരുന്നതാണ്. അങ്ങനെയുള്ള ആ മുനാഫിക്കുകളുടെ അടയാളം 3 എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ ഇദാ ഹദ്ദസ കദബ വഇദാ വഅദ അഖ്ലഫ വഇദാ ഉതുമിന ഖാന. 3 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പറഞ്ഞത്. ഒന്നാമതായി ഇദാ ഹദ്ദസ കദബ, സംസാരത്തിൽ അധികവും കളവായിരിക്കുമെന്നാണ്. സംസാരിക്കുമ്പോൾ അയാളുടെ സംസാരത്തിൽ അധികവും ധാരാളമായി കളവ് പറയുന്നയാളാണ് മുനാഫിഖ്. അങ്ങനെ ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ മുനാഫിക്കിന്റെ ലക്ഷണമാണ്. രണ്ടാമതായി ഇദാ വഅദ അഖ്ലഫ, വാക്ക് പറയും. ഇന്ന കാര്യം ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വരാം, ഇന്ന സമയം നമുക്ക് കണ്ടുമുട്ടാം, അല്ലെങ്കിൽ ഇന്ന ദിവസം നമുക്ക് ചെയ്യാം, അങ്ങനെയെല്ലാം വാക്ക് പറഞ്ഞിട്ട് അതിനെ ലംഘിക്കുക. മൂന്നാമതായി വഇദാ ഉതുമിന ഖാന, ഒരു കാര്യം വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടാൽ അതിൽ വഞ്ചന കാണിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രത്യേകത നമുക്കറിയാം. ഏതൊരു അമാനത്തും കൃത്യമായി തന്നെ തിരിച്ചു നൽകുന്നവരായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയാണ് അൽ അമീൻ, അമാനത്ത് സൂക്ഷിക്കുന്നത് കൊണ്ടാണ് അൽ അമീൻ, വിശ്വസ്തൻ, സാക്ഷാൽ വിശ്വസ്തൻ എന്ന ഒരു വിളിപ്പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അമാനത്ത് ലംഘിക്കുന്ന അവസ്ഥയുണ്ടാവുക എന്നുള്ളതാണ് 3ാമതായിട്ടുള്ള ആ ഒരു അടയാളമായി പറയുന്നത്. 4ാമതായും മറ്റൊരടയാളം മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഈ അമാനത്തിന്റെ ദുരുപയോഗത്തെക്കുറിച്ചുമെല്ലാം നമുക്ക് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകിയെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നിഫാഖിൽ നിന്ന് നമുക്ക് രക്ഷ നൽകട്ടെ. യഥാർത്ഥ വിശ്വാസികളായി, കാപട്യത്തിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത, കരകളഞ്ഞ തൗഹീദിന്റെയും സുന്നത്തിന്റെയും യഥാർത്ഥ ഈമാനിന്റെയും ആളുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നമ്മളെ ആ രീതിയിൽ പരിവർത്തിപ്പിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.